بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل. ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിലൂടെ സന്താന സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. സന്താനങ്ങളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളിൽ പലരും സ്വീകരിക്കുന്ന അനിസ്ലാമികമായ പല മാർഗങ്ങളുടെയും ഗുരുതരമായ ഭവിഷ്യത്തുകളും ഇസ്ലാം അതിനെ നോക്കിക്കാണുന്ന എത്രത്തോളം ഗൗരവത്തോടെയാണത് അതിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾ ഇസ്ലാമിക ശരീഅത്തിനുള്ളത് എന്നും കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെടുകയുണ്ടായി. അതോടനുബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വേറെ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ നമ്മുടെ അവസരത്തിലൂടെ വിവരിക്കുവാനുള്ളത്. നേരറിയാനും നേരിൻ്റെ പാതയിൽ ഉറച്ചു മുന്നോട്ട് പോകുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്താനങ്ങളില്ലാത്ത ആളുകൾ സ്വീകരിക്കുന്ന മറ്റൊരു സമീപനമാണ്, അതല്ലെങ്കിൽ ഒരു രീതിയാണ് ദത്തെടുക്കൽ എന്ന് പറയുന്ന സമ്പ്രദായം. പല മതവിഭാഗങ്ങളിലും ആളുകളിലും കണ്ടുവരുന്ന ഒരു രീതിയാണത്. ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക എന്ന് പറയുന്ന പ്രത്യേകമായ രീതിയിലുള്ള ഒരു സമ്പ്രദായം. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ഒരു മേഖലയാണ്. എത്രത്തോളം ആ രംഗത്ത് ഒരു മുസ്ലിമിന് അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് എന്നും
ഏതെല്ലാം രീതിയിൽ അത് ആയിക്കൂടാ, നിഷിദ്ധമാണ്, നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ മക്കളില്ലാത്ത ദമ്പതികൾ ഏറെക്കാലത്തെ കാത്തിരിപ്പിനും ചികിത്സകൾക്കുമെല്ലാം ഒടുവിൽ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിശു പരിപാലന സ്ഥലങ്ങൾ മുഖേനയോ അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അമ്മത്തൊട്ടിലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനാഥ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ ഒക്കെ വളർത്തുക എന്ന പേരിൽ, ദത്തെടുക്കുക എന്ന പേരിലും അല്ലാതെയുമൊക്കെ സ്വീകരിച്ചു വരാറുണ്ട്. അതിൽ പലപ്പോഴും ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കപ്പെടാതെ പോവുകയും ഇസ്ലാം വളരെ കഠിനമായി വിരോധിച്ചിട്ടുള്ള ഭവിഷ്യത്തുകളിലേക്ക് അത് കുറെ കാലം കഴിയുമ്പോൾ നീങ്ങുകയും ചെയ്യുന്ന ഒരു ദുരന്തം കണ്ടുവരുന്നുണ്ട്. അതേ അവസരത്തിൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മേഖലയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു സംരക്ഷണ പരിപാലന രീതിയാണെങ്കിൽ അത് വിരോധിക്കപ്പെട്ടതല്ലെന്നു മാത്രമല്ല, പുണ്യകർമ്മം കൂടിയാണ് താനും. അതുകൊണ്ടാണിത് രണ്ടും എത്രത്തോളമാണ് ഇതിന് ഇസ്ലാം ഈ രംഗത്ത് അതിൻ്റെ അനുവാദം തന്നിട്ടുള്ളത്, ഏതാണ് അതിൻ്റെ അതിർവരമ്പ് എന്ന് കൃത്യമായി തന്നെ നമ്മൾ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ആ കാലഘട്ടത്തിൽ ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരെ പോലെ കണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. സ്വന്തം മക്കളെ പോലെ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ പോലെ അവരെ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായിട്ടാണ് പരിചയപ്പെടുത്തപ്പെടുക. അനന്തരാവകാശ സ്വത്ത് വരെ അവർക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ അവരെ ഒരംഗമായി കാണുന്നു എന്ന നിലക്ക് ദത്തെടുത്ത് വളർത്തിയ ഈ ആളുകൾ, അത് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, മക്കളെപ്പോലെ കണ്ട് ഒരകൽച്ചയും പാലിക്കാതെ അങ്ങനെ തന്നെ കാണുന്നു. ആ ദത്തുപുത്രന്മാർ വിവാഹം കഴിച്ചിട്ടുള്ള പെൺകുട്ടികളെ സ്വന്തം പെൺമക്കളെ പോലെ കാണുകയും ആ ദത്തുപുത്രന്മാർ അവരെ ത്വലാഖ് ചൊല്ലിയാലും തനിക്കവരെ വിവാഹം ചെയ്യാൻ പാടില്ല, കാരണം മോളല്ലേ എന്ന് ആ മകളുടെ സ്ഥാനത്ത് കാണുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ സമൂഹത്തിൽ പല ആളുകളും, ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് മക്കൾ ഉള്ളവരും മക്കളില്ലാത്തവരും പലരും പലരെയും ദത്തെടുക്കുന്ന സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടത് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഒരാളങ്ങനെ ദത്തെടുത്ത് വളർത്തി എന്നതുകൊണ്ട് അത് രക്തബന്ധം സ്ഥിരപ്പെടുകയില്ല, കുടുംബബന്ധമായി പരിഗണിക്കാനും പാടില്ല, വൈവാഹിക ബന്ധങ്ങളും അതുകൊണ്ട് നടക്കുകയില്ല, വിവാഹബന്ധത്തിൻ്റെ നിയമങ്ങളും ഇതുമായി കൂട്ടിക്കെട്ടാനേ പാടില്ല. അതുപോലെ തന്നെ മുലകുടി ബന്ധം മുഖേനയുണ്ടാകുന്ന നിലക്കുള്ള ബന്ധങ്ങളും പാടില്ല. ഒരു സ്ത്രീയുടെ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ സ്ത്രീ ഉമ്മയാണല്ലോ, ആ ബന്ധം പോലും ഇതിനില്ല, അതും ആ നിലക്കും കാണാൻ പാടില്ല. അതൊന്നും ഈ നിലക്കുള്ള ദത്ത് സമ്പ്രദായം മുഖേന രക്തബന്ധമോ കുടുംബബന്ധമോ വിവാഹബന്ധമോ മുലകുടി ബന്ധമോ ഇവയൊന്നും ഇത് മുഖേന സ്ഥാപിതമാവുകയില്ല എന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അനന്തരാവകാശവും സ്ഥാപിതമാവൂല. ഇത്രകാലം വളർത്തിണ്ടാക്കിയതല്ലേ, മരിച്ചാ സ്വത്തവകാശം കൊടുക്കാൻ പറ്റുമോ? അനന്തരാവകാശം കിട്ടുന്ന അനന്തരവനാണോ? അല്ല. ഇസ്ലാം അങ്ങനെ കൃത്യമായി തന്നെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വിവാഹബന്ധവും നിഷിദ്ധമല്ല. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളെ പരിശുദ്ധ ഖുർആൻ എണ്ണിയപ്പോ വഹലായിലു അബ്നായികുമുല്ലദീന മിൻ അസ്ലാബിക്കും എന്ന് പ്രത്യേകം പറഞ്ഞു. നിങ്ങളുടെ മുതുകുകളിൽ നിന്ന് നിങ്ങൾക്ക് പിറന്ന പെൺമക്കൾ എന്നാണ്. നിങ്ങളുടെ മുതുകുകളിൽ നിന്ന് നിങ്ങൾക്ക് പിറന്ന ആൺമക്കളുടെ ഭാര്യമാർ, അവരെ നിങ്ങൾക്ക് നിഷിദ്ധാവുള്ളൂ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഹലായിൽ, ഹലായിൽ എന്ന് പറഞ്ഞാൽ ഹലീല, സഹധർമ്മിണി, ഭാര്യ. ആരുടെ ഭാര്യ? മിൻ ഹലായിലു അബ്നായിക്കും, നിങ്ങളുടെ പുത്രന്മാരായിരിക്കണം.
നിങ്ങളുടെ പുത്രന്മാരുടെ ഭാര്യമാര് നിങ്ങൾക്ക് മെഹറമാണ്, വിവാഹം കഴിക്കാൻ പാടില്ല. എങ്ങനത്തെ പുത്രൻ? ദത്തുപുത്രനല്ല. മിൻ അസ്ലാബിക്കും അല്ലദീന മിൻ അസ്ലാബിക്കും, നിങ്ങളുടെ മുതുകുകളിൽ നിന്ന് പിറന്ന, നിങ്ങളുടെ ബീജത്തിൽ നിന്ന് പിറന്ന ആൺമക്കളുടെ ഭാര്യമാരാണ് നിങ്ങൾക്ക് മെഹറമാവുക. അതേ അവസരത്തിൽ ദത്തെടുത്ത് വളർത്തിയ, അതായത് എൻ്റെ മകൻ വിവാഹം കഴിച്ച പെൺകുട്ടിയെ കാര്യം തീർത്ത് തലാക്ക് ചൊല്ലിയാൽ എനിക്ക് അവളെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റില്ല. അതേ അവസരത്തിൽ ഞാൻ വളർത്തി ഉണ്ടാക്കിയ ഒരു ദത്തുപുത്രൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ദത്തുപുത്രൻ വിവാഹമോചനം നടത്തപ്പെട്ടിട്ടുള്ള ആ സ്ത്രീയെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അതും നിഷിദ്ധമായിട്ടാണ് കണ്ടിരുന്നത്. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടക്കമുള്ള ആ ചരിത്രം നമുക്ക് കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ കാലഘട്ടത്തിൽ ഒരു മകളെ ഒരാളെ ദത്തെടുത്ത് വളർത്തിയാൽ പിതാവിൻ്റെ പേരായിട്ട് ചേർത്ത് പറയുക ആരെയാണ്? ഈ വളർത്തിയ ആളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ടിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരു ദത്തുപുത്രൻ ഉണ്ടായിരുന്നു, സെയ്ദ് ബിൻ ഹാരിസ. സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദത്തെടുത്ത് വളർത്തിയ ദത്തുപുത്രനാണ്. അതുകൊണ്ട് തന്നെ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് ഏത് പേരിലാ? സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ് അറിയപ്പെട്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുത്രനായ സെയ്ദ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഹിജറ ഒരു 3-5 കൊല്ലം വരെ ഈ നിയമം നിലനിന്നിരുന്നു, അനുവാദമുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ ശക്തമായ നിലക്ക് ആ രംഗത്ത് കൃത്യമായി നിയമങ്ങൾ ഇറക്കി. അന്ന് മുതൽ ഇന്നും ഇനി ഖിയാമത്ത് നാൾ വരെയും ആ നിയമം നിലനിൽക്കുകയാണ്. മാറ്റത്തിരുത്തലുകൾ പാടില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരനുഭവം, വഇദ് തഖൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി അംസിക് അലൈക സൗജക വത്തഖില്ലാഹ വതുഖ്ഫീഹി ഫീ നഫ്സിക മല്ലാഹു മുബ്ദീഹി വതഖ്ശന്നാസ് വല്ലാഹു അഹഖു അൻ തഖ്ശാഹ് ഫലമ്മാ ഖദാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ لكي لا يكون عليك حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. ഒരു ദത്തുപുത്രന്റെ സംഭവമാണ് പറയുന്നത്. അതായത് ചുരുക്കി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദത്തെടുത്ത് വളർത്തിയ പുത്രനായിരുന്നു ആര്? സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത് അന്നൊക്കെ എങ്ങനെയാ അദ്ദേഹത്തെ വിളിക്കപ്പെടുക? സെയ്ദ് ബിൻ മുഹമ്മദ്, മുഹമ്മദിന്റെ പുത്രൻ സെയ്ദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദിന് വിവാഹപ്രായമായപ്പോൾ സെയ്ദിന് ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ആരെയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്? സൈനബ റളിയല്ലാഹു തആല അൻഹുവിനെ. സൈനബ റളിയല്ലാഹു തആല അൻഹയാണെങ്കിൽ ഒരു കുലീന കുടുംബത്തിൽപ്പെട്ട ഒരു വനിതയായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹ. സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി സൈനബ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം അന്വേഷിച്ചു. ചുരുക്കി പറയുകയാണ്, ആ വിവാഹം നടന്നു. അങ്ങനെ സെയ്ദും സൈനബും റളിയല്ലാഹു അൻഹുമ അവരുടെ രണ്ടാളുടെയും വിവാഹം നടന്നു. പക്ഷേ സ്വാഭാവികമായും കുറച്ച് കാലം മുന്നോട്ട് പോയപ്പോൾ അവർക്കിടയിൽ സ്വരച്ചേർച്ചയില്ലായ്മ വന്നുകൂടി. ആ വിവാഹബന്ധം വഷളായിക്കൊണ്ടിരുന്നു അനുദിനം. കുറേ ദിവസങ്ങൾ കഴിയുന്തോറും, ദിവസം കൂടുന്തോറും സെയ്ദും സൈനബും തമ്മിലുള്ള പിണക്കം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, മുന്നോട്ട് പോവില്ല എന്നായി. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ പറയും, പ്രവാചകരെ, ഇത് മുന്നോട്ട് പോവില്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോവുകയില്ല, ഞങ്ങൾ അകന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു തആല ലോകത്ത് അന്നവിടെ നിലനിൽക്കുന്ന ഒരു നിയമത്തെ പൊളിച്ചെഴുതാൻ അത് നിമിത്തമാക്കുകയാണ്. എന്താ അന്ന് നിലനിൽക്കുന്ന നിയമം? ദത്തുപുത്രൻ കല്യാണം കഴിച്ച പെൺകുട്ടിയെ സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത്, സ്വന്തം പെൺമക്കളെ പോലെ. അതുകൊണ്ട്
സ്വന്തം മക്കളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ പാടില്ലാത്തതുപോലെ ദത്തുപുത്രൻ തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാലും ആൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹം കഴിക്കാൻ പാടില്ല. ഈ നിയമം അന്ന് നിലവിലുണ്ട്. ആ നിയമം പൊളിച്ചെഴുതാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ഈ ഒരു അവസരത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു വഹീ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഈ സമയത്ത് വഹീ കൊടുത്തത്? അല്ലാഹു അറിയിച്ചു കൊടുത്തു പ്രവാചകന്, സെയ്ദും അവരും തമ്മിലുള്ള വിവാഹം, ആ ബന്ധം മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് സെയ്ദ് അവരെ എന്ത് ചെയ്യും? ത്വലാഖ് ചൊല്ലും. ത്വലാഖ് ചൊല്ലുന്നു മാത്രമല്ല, ഇനി ആ സൈനബിനെ ഞാൻ താങ്കൾക്കാണ് വിവാഹം കഴിച്ചു തരാൻ പോകുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആര് വഹി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്? അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ അള്ളാഹിന്റെ റസൂലിന് അത് പറയാൻ പേടി. അള്ളാഹുവിന്റെ റസൂൽ അത് മനസ്സിൽ ഒരിക്കലും ഒരാളോടും പറഞ്ഞില്ല. സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. എന്താണത് പറയാതിരിക്കാൻ കാരണം? നിലവിലുള്ള നിയമത്തിനെതിരാണത്. ജനങ്ങൾ പറയാൻ തുടങ്ങും, മുഹമ്മദ് സ്വന്തം പുത്രന്റെ മകളെ കെട്ടി, സ്വന്തം പുത്രന്റെ മകളെ വിവാഹം കഴിച്ച ആളാണ് എന്നിങ്ങനെ ജനങ്ങൾ പറയും. കാരണം നിലനിൽക്കുന്ന നിയമം അങ്ങനെയാണ്. അതാണ് സന്ദർഭം. ഇനി നിങ്ങൾ ഈ ആയത്ത് കേൾക്കുക. ഇപ്പൊ അതിന്റെ ഒരു സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ, ഈ ആയത്ത് മനസ്സിലാക്കാൻ ആവശ്യമായ ഒരു ആമുഖമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല പറയണത്, വഇദ് തഖൂലു, നീ പറഞ്ഞ സന്ദർഭം. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാണ്, വഇദ് തഖൂലു, താങ്കൾ പറഞ്ഞ സന്ദർഭം, ലില്ലദീ അൻഅമല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി, താങ്കളും അല്ലാഹുവും അനുഗ്രഹം ചൊരിഞ്ഞ ഒരാളോട്. അതാരാ? അല്ലാഹു തആല അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്ത ഒരാളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും തന്നാലാകുന്ന രൂപത്തിൽ ഒരുപാട് പ്രത്യേകമായ സ്നേഹവും പരിഗണനയും ഒക്കെ നൽകി വളർത്തിയുണ്ടാക്കിയ ഒരാളാണ് ആര്? സെയ്ദ് റളിയല്ലാഹു തആല. അപ്പൊ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് എന്താ? അൻഅമല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി, അള്ളയും അദ്ദേഹത്തോട് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്, താങ്കളും അദ്ദേഹത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ള സെയ്ദിനോട് നിങ്ങൾ എന്ത് പറഞ്ഞു? അംസിക് അലൈക സൗജക. സെയ്ദ് റളിയല്ലാഹു അൻഹു ഇടയ്ക്ക് വന്ന് നബിനോട് ഇങ്ങനെ പറയും, നബി ഇത് മുന്നോട്ട് പോവില്ല കേട്ടോ, ഞാനും സൈനബും തമ്മിലുള്ള ബന്ധം വഷളാവാണ്, മുന്നോട്ട് പോവില്ല എന്നിങ്ങനെ പറയുമ്പോഴൊക്കെ അള്ളാന്റെ റസൂല് സെയ്ദിനെ വിളിച്ചിട്ട് പറയും, അംസിക് അലൈക സൗജക, നിന്റെ ഭാര്യയെ നീ പിടിച്ചു വെക്കണം, നിലനിർത്തി കൊണ്ടുപോ, നിങ്ങൾ മുന്നോട്ട് പോ, അതൊക്കെ ശരിയായിക്കോളും. നിങ്ങൾ പറഞ്ഞൊന്ന് പരസ്പരം ഒന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്ക്, ആ ബന്ധത്തെ നീ പിടിച്ചു വെക്ക്. വത്തഖില്ലാഹ, അല്ലാഹുവിനെ നീ സൂക്ഷിക്കുകയും ചെയ്യണം എന്നിങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, വതുഖ്ഫീ ഫീ നഫ്സിക, ഓ നബിയേ, താങ്കളുടെ മനസ്സിൽ സ്വകാര്യമാക്കി വെക്കുന്നു, ഒളിപ്പിച്ചു വെക്കുന്നു. മല്ലാഹു മുബ്ദീ, അല്ലാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യത്തെ നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നു. എന്താ അല്ലാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം? നീ സൈനബാണ് നിങ്ങൾക്കായി വിവാഹം കഴിച്ചു തരാൻ പോകുന്നത്. പക്ഷെ അള്ളാന്റെ റസൂല് ഇത് വഹി കിട്ടിയിട്ടും ആരോടെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നില്ല. എന്താ കാരണം? വതഖ്ശന്നാസ്, താങ്കൾ ജനങ്ങളെ പേടിക്കുന്നു. കാരണം നിലവിലുള്ള നിയമം അങ്ങനെയാണ്, അതുവരെ എല്ലാവർക്കും പരിചയമുള്ള നിയമം അങ്ങനെയാണ്. ദത്തുപുത്രൻ കല്യാണം കഴിച്ച പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെയാണ്. അതുകൊണ്ട് ദത്തുപുത്രൻ ഒഴിവാക്കിയാലും ഇയാൾക്ക് ഈ വളർത്തിയുണ്ടാക്കിയ പിതാവിന് ഹലാലല്ല. അതാണ് അവിടെ നാട്ടുനടപ്പിലുള്ള നിയമം. അതിനെതിരെയല്ലേ റബ്ബിന്റെ നിയമം വരുന്നത്. അതുകൊണ്ട് ആ നിയമത്തെ ജനങ്ങളോട് പറയാൻ താങ്കൾ പേടിക്കുകയാണ്. വല്ലാഹു അഹഖു അൻ തഖ്ശാ, താങ്കൾ ഏറ്റവും ഭയപ്പെടാൻ അർഹതപ്പെട്ടവൻ അല്ലാഹുയാകുന്നു. നിങ്ങൾ എന്തിനാ നബിയെ പേടിക്കുന്നത്? നിങ്ങൾ ജനങ്ങളെ പേടിക്കണ്ട, അല്ലാഹനെ പേടിക്കേണ്ടത്. അങ്ങനെ അല്ലാഹു തആല തുടരുകയാണ്, ഫലമ്മാ ഖദാ സൈദുൻ മിൻഹാ വതറാ. അങ്ങനെ സെയ്ദ്, ഈ ആയത്തിലാണ് സെയ്ദ് എന്ന് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞത്. സാധാരണയായി ഖുർആനിക ക്വിസ് മത്സരമൊക്കെ നടത്തുമ്പോ കുട്ടികളോടും മുതിർന്നവരോടുമൊക്കെ നമ്മൾ ചോദിക്കുന്ന പേരാണ്. പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക സ്വഹാബി ആരാണ്?
പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറയപ്പെട്ട ഏക സ്വഹാബി സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ആണ്. അത് ഈ വചനത്തിലാണ് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്തിൽ ഫലമ്മാ ഖദാ സെയ്ദുൻ മിൻഹാ വതറാ, അങ്ങനെ സെയ്ദ് അവളിൽ നിന്ന് ആവശ്യം പൂർത്തിയാക്കിയപ്പോൾ, അഥവാ അവരുടെ ബന്ധം ഇനി മുന്നോട്ട് പോവില്ല, സൈനബ് റളിയല്ലാഹു തആല അൻഹുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ, ത്വലാഖ് ചൊല്ലിയപ്പോൾ, സവ്വജ്നാകഹാ, നബിയേ സൈനബിനെ നാം താങ്കൾക്ക് വിവാഹം കഴിച്ചു തന്നു. സൈനബിനെ ഞാൻ താങ്കൾക്ക് വിവാഹം കഴിച്ചു തന്നു. സൈനബ ബീവിയുമായിട്ടുള്ള നിക്കാഹിന് വലിയൊന്നും വേറെ ആരും ഉണ്ടായിട്ടില്ല. അള്ളാഹ് നേരിട്ട് നിക്കാഹ് ചെയ്ത് കൊടുത്താളാ. അള്ളാഹു നേരിട്ട് നിക്കാഹ് ചെയ്ത് കൊടുത്തതാണ്. ആരെ അങ്ങനെ കല്യാണം ഉണ്ടായത്? ആരുടെ കല്യാണം? സൈനബ ബീവിയുടെ വലിയ അള്ളാഹ് തന്നെയാണ്, വേറൊരാളില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭാര്യമാർക്കിടയിലുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പോൾ സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹ മറ്റുള്ള ഭാര്യമാരോടൊക്കെ പറയാറുണ്ട്, നിങ്ങളെക്കാളെല്ലാം എനിക്കൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കൊക്കെ ഈ ലോകത്തുള്ള ഏതെങ്കിലും സൃഷ്ടികൾ വലിയമാരായിട്ട് നിന്നുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ നിങ്ങളെ കല്യാണം കഴിച്ചത്. ഞാൻ അങ്ങനെയല്ല, ഫൗഖ സബ്അ സമാവാത്ത്, 7 ആകാശത്തിനും മുകളിൽ നിന്ന് റബ്ബാണ് എന്റെ നിക്കാഹ് നടത്തി തന്നത്. മഹദിയായ സൈനബ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ടായിരുന്നു നമ്മുടെ ഉമ്മ. അപ്പോ അല്ലാഹു തആല പറയാണ്, ഫലമ്മാ ഖദാ സൈദുൻ മിൻഹാ വതറൻ സവ്വജ്നാകഹാ, അവരെ നാം താങ്കൾക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു. ലികൈലാ യകൂന അലൈക ഹറജുൻ ഫീ അസ്വാജി അദ്ഇയാഇഹിം ഇദാ ഖദൗ മിൻഹുന്ന വതറാ വകാന അംറുല്ലാഹി മഫ്ഊലാ. എന്തിനാണ് നബിയെ നിങ്ങൾക്ക് സൈനബിയെ വിവാഹം കഴിപ്പിച്ചു തന്നത്? ലികൈലാ യകൂന അലൈക ഹറജുൻ, ഇനി താങ്കൾക്കൊരു വിഷമമുണ്ടാകാൻ പാടില്ല. ഫീ അസ്വാജി അദ്ഇയാഇഹിം, ഇനി അവരുടെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരുടെ വിഷയത്തിൽ ഇദാ ഖദൗ മിൻഹുന്ന വതറാ, ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ വളർത്തിയുണ്ടാക്കിയ ആൾക്ക് വിവാഹം കഴിക്കുന്നതിന് ഇനി ഒരു വിഷമമില്ല. ഇതുവരെ ഉണ്ടായിരുന്ന നിയമം പാടില്ല, അത് ശരിയല്ല. വകാന അംറുല്ലാഹി മഫ്ഊലാ, അള്ളാഹുവിന്റെ കാര്യവും അവന്റെ കൽപ്പനയും ഒക്കെ കൃത്യമായി നടത്തപ്പെടുന്നത് തന്നെയാകുന്നു. അതിലൊരു വിട്ടുവീഴ്ചയില്ല, അത് വളരെ കൃത്യമാണ്. ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അറിയിച്ചു. അങ്ങനെ ചരിത്രത്തിൽ അതുവരെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം അത് മുഖേന പൊളിച്ചെഴുതി. അതെന്താ? ദത്തുപുത്രൻ, വളർത്തിയുണ്ടാക്കിയ ദത്തുപുത്രൻ കല്യാണം കഴിച്ച പെൺകുട്ടിയെ ത്വലാഖ് ചൊല്ലിയാലും വളർത്തിയുണ്ടാക്കിയ ആൾക്ക് അനുവദനീയമായിരുന്നില്ല അതുവരെ. പക്ഷേ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ച സൈനബ ബീവിയെ ത്വലാഖ് ചൊല്ലിയപ്പോ വളർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്നെ അള്ളാഹു എന്ത് ചെയ്തു? സൈനബ ബീവിയെ നിക്കാഹ് ചെയ്തു കൊടുത്തു. അങ്ങനെ അതുവരെ നിലനിന്നിരുന്ന ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരെ പോലെ കണ്ടിരുന്ന ആ സംസ്കാരത്തെ പരിശുദ്ധമായ ഇസ്ലാം അന്ന് മുതൽക്ക് നിർത്തലാക്കി, അത് പൊളിച്ചെഴുതി. അന്ന് മുതൽ ഇന്ന് വരെ അതാ നിയമം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ടാണ് അന്ന് വിളിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞല്ലോ. സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാ വിളിച്ചിരുന്നത്. അള്ളാഹ് അതും നിരോധിച്ചു. പാടില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല. സ്വന്തം പിതാവിലേക്ക് ചേർത്തിക്കൊണ്ടേ ഒരാൾ അറിയപ്പെടാൻ പാടുള്ളൂ. പിതാവിലേക്ക് ചേർത്തിക്കൊണ്ടേ ഒരാൾക്ക് അഡ്രസ് പറയാൻ പാടുള്ളൂ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 4-5 ആയത്തുകളിൽ നമുക്ക് കാണാം, വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അല്ലാഹ് നിങ്ങളുടെ മക്കളാക്കിയിട്ടില്ല. കണ്ടോ? നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അല്ലാഹ് നിങ്ങളുടെ ആരാക്കിയിട്ടില്ല, അവർ നിങ്ങളുടെ മക്കളല്ല. അത് ദാലിക്കും ഖൗലുക്കും ബിഅഫ്വാഹിക്കും, നിങ്ങളുടെ തൊള്ള കൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു കേവല വർത്തമാനം മാത്രമാണത്. അതിന് അത്രേ വിലയുള്ളൂ. എന്റെ മോനാണ് അല്ലെങ്കിൽ എന്റെ മോനാണെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വായ കൊണ്ട് പറയുന്നൊരു കേവലം വർത്തമാനം മാത്രമാണ്. അല്ലാതെ അതിന് നിയമപരമായിട്ട് എന്തില്ല, അനുവദനീയത ഇല്ല, നിലനിൽപ്പില്ല. ദാലിക്കും, അല്ലാഹുവിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ, ദാലിക്കും, അങ്ങനെ നിങ്ങൾ വിളിക്കല്, ഖൗലുക്കും, നിങ്ങളുടെ വാക്കാണ്, ബി അഫ്വാഹിക്കും, നിങ്ങളുടെ വായ കൊണ്ടുള്ള കേവലം വർത്തമാനം മാത്രമാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ട് അല്ലാഹ് പറയും, എത്ര ഗൗരവത്തോടെയാണ് ഓരോ പദപ്രയോഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു ഈ നിയമം പറഞ്ഞിട്ട് പറയാണ്, വല്ലാഹു യഖൂലുൽ ഹഖ്ഖ വഹുവ യഹ്ദിസ് സബീൽ, അല്ലാഹു സത്യമാണ് പറയുന്നത്, അല്ലാഹ് സത്യമാണ് പറയുന്നത്. വഹുവ യഹ്ദിസ് സബീൽ,
അവൻ നേർവഴിയിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് ഇനി മാറ്റല്ല. ഒരാളും ഈ ദത്തുപുത്രന്മാരെ സ്വന്തം വാപ്പാന്ന് പിതാവിന്റെ കോളത്തിൽ നമ്മളെ പേര് എഴുതാൻ പാടില്ല. നമ്മൾ വളർത്തിയുണ്ടാക്കുന്ന മക്കളെ അങ്ങനെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത പിതാവിന് അതിന് പാടില്ല. ആ കോളത്തിൽ നമ്മുടെ പേര് എഴുതാൻ പാടില്ല. മറിച്ച് പിന്നെ എന്ത് ചെയ്യണം? ഉദൂഹും ലിയാബാഇഹിം, നിങ്ങൾ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കണം. ഹുവ അഖ്സതു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവമായ നടപടി അതാണ്. അതേ നീതിയാവുകയുള്ളൂ. നിങ്ങൾ അങ്ങനെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള മക്കളെ അവരുടെ പിതാവിലേക്ക് ചേർത്തുകൊണ്ടേ നിങ്ങൾ വിളിക്കാവൂ, നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കാൻ പാടില്ല. അപ്പൊ സംശയം ഉണ്ടാകും, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വാപ്പാൻ അറിയില്ലല്ലോ, പിന്നെ ഇങ്ങനെ വാപ്പയിലേക്ക് ചേർത്ത് പറയാ. ഉടനെ അള്ളാന്റെ മറുപടി നോക്കൂ, ഫഇല്ലം തഅലമൂ ആബാഅഹും, ഇനി അത്തരം കുട്ടികളുടെ പിതാക്കളെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്നാലും നിങ്ങളിലേക്ക് ചേർത്താൻ പാടില്ല. ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അപ്പോൾ അവർ മതത്തിലെ നിങ്ങളുടെ സഹോദരനായിട്ടാണ് അറിയപ്പെടേണ്ടത്. എൻ്റെ സഹോദരൻ, മതപരമായിട്ടുള്ള സഹോദരനായിട്ട് അറിയപ്പെടും. ഓ മവാലിക്കും, നിങ്ങളുടെ സംരക്ഷണ ചുമതലയിലുള്ള ആളായിട്ട് അറിയപ്പെടും. മൗല അങ്ങനെ അറിയപ്പെടുക, അങ്ങനെ പാടുള്ളൂ. വലൈസ അലൈക്കും ജുനാഹും ഫീമാ അഖ്തഅതും ബിഹി, അറിവില്ലാതെ അബദ്ധം സംഭവിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതിന്റെ മേൽ തെറ്റില്ല. വലാകിമ്മാ തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇനി അങ്ങനെ പാടില്ല. വകാനല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹ് ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാകുന്നു. ഇസ്ലാമിന്റെ വളരെ കൃത്യമായ നിയമമാണ്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഈ രംഗത്ത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. എത്ര കർശനമായിട്ടാണ് ഇസ്ലാം പറയുന്നത്. ബുഖാരിയിലും മുസ്ലിമിലും അടക്കമുള്ള ഹദീസുകളിൽ നമുക്ക് കാണാം, മനിദ്ദഅ ഇലാ ഗൈരി അബീഹി വഹുവ യഅലമു ഫൽ ജന്നത്തു അലൈഹി ഹറാം, ആരെങ്കിലും സ്വന്തം പിതാവല്ലാത്തവരിലേക്ക് ചേർത്തി പറഞ്ഞാൽ, ബാപ്പയല്ലാത്തവരിലേക്ക് ഒരാൾ അഡ്രസ്സ് ചേർത്തി പറഞ്ഞാൽ, അയാളുടെ മോനാണ് എന്ന നിലക്ക് അഡ്രസ്സ് പറഞ്ഞാൽ, വഹുവ യഅലമു, അവൻ അറിയുകയും ചെയ്യാം അതിന്റെ ബാപ്പയെല്ലാം. എന്നിട്ട് ബാപ്പയല്ലാത്ത ഒരാളിലേക്ക് ബാപ്പയാണെന്ന് ചേർത്തി പറഞ്ഞാൽ, ഫൽ ജന്നത്തു അലൈഹി ഹറാം, അവന് സ്വർഗം നിഷിദ്ധമാണ്. സ്വർഗം നിഷിദ്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വേറെയും നോക്കൂ നിങ്ങൾ, തീർന്നില്ല. മനിദ്ദഅ ഇലാ ഗൈരി അബീഹി അവ ഇൻതമാ ഇലാ ഗൈരി മവാലിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹിൽ മുതതാബിഅ, ആരെങ്കിലും സ്വന്തം പിതാവല്ലാത്തവരിലേക്ക് ചേർത്തി പറഞ്ഞാൽ, അങ്ങനെ വാദിച്ചാൽ, അവ ഇൻതമാ ഇലാ ഗൈരി മവാലിഹി, തന്റെ മൗലയല്ലാത്ത ഒരാളിലേക്ക് മൗലയാണെന്ന് ചേർത്തി പറഞ്ഞാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ തുടരെ തുടരെ അവന് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അപ്പൊ അള്ളാന്റെ ശാപം കിട്ടുന്ന പണിയാണത്. അതുപോലെ തന്നെ നരകം കിട്ടുന്ന, സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന കാര്യമാണത് എന്ന് ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെയും റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. അങ്ങനെ കുടുംബ പേര് പോലും, കബീലയുടെ പേര് പോലും കൊടുക്കാൻ പാടില്ല എന്നാണ്. ലൈസ മിൻ റജുലിൻ ഇദ്ദഅ ലിഗൈരി അബീഹി വഹുവ യഅലമുഹു ഇല്ലാ കഫറ. കണ്ടോ, ആരെങ്കിലും സ്വന്തം പിതാവല്ലാത്തവരിലേക്ക് ചേർത്തി പറഞ്ഞാൽ, അവനറിയാതെ തന്റെ പിതാവല്ല, എന്നിട്ട് അങ്ങനെ അഡ്രസ് പറഞ്ഞാൽ, ഇല്ലാ കഫറ, അവൻ കാഫറായി പോയി എന്ന് പറഞ്ഞാൽ, ആ കഫറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അത് കാഫിരീങ്ങളുടെ പ്രവൃത്തിയാണ്, അല്ലാതെ മതത്തുനിന്ന് പുറത്തുപോയി എന്നുള്ളതല്ല. കാഫിരീങ്ങളുടെ കുഫർ ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തിയാണത്. അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രയോഗം അവിടെ കാണുന്നത്. അതുപോലെ തന്നെ വമനിദ്ദഅ ഖൗമൻ ലൈസ ലഹു ഫീഹിം നസബുൻ, തനിക്ക് കുടുംബബന്ധം ഇല്ലാത്ത ഒരു കുടുംബത്തിലേക്ക് താൻ ആ കുടുംബത്തിലെ മെമ്പറാണെന്ന് ചേർത്ത് ആരെങ്കിലും പറഞ്ഞാൽ, ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ തരപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന് പലപ്പോഴും പല രംഗത്തും ചില കബീലകളിലേക്ക്, പല ബന്ധങ്ങളിലേക്കൊക്കെ ആളുകൾ ചേർത്ത് പറയാൻ വേണ്ടി തയ്യാറാവാറുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും തങ്ങന്മാരെല്ലാവരും തങ്ങന്മാരാ, ദ്വീപിന്ന് വന്നവരൊക്കെ തങ്ങന്മാരാണ്. അങ്ങനെ അഹ്ലു ബൈത്താണ്, മറ്റേ ഹാഷിം കബീലയാണ്, മറ്റേ കബീലയാണ്, ഗോത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇന്ന് തങ്ങൾ ഫാമിലിയിലേക്ക് അഹ്ലു ബൈത്താണെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ ചേർത്ത് പറയാണ്ട് നിഷിദ്ധമാണ്, പാടില്ല.
പാടില്ലാത്ത സംഗതിയാണ്. അതതിൻ്റെ മറ്റൊരു വശം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ നിലക്ക് ഇസ്ലാം വളരെ കൃത്യമായി തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വേറൊരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത്? ഒരു ചോദ്യം നമ്മുടെ ലജ്ന ദായിമക്ക് സൗദി അറേബ്യയിലുള്ള കിബാറുൽ ഉലമ അവരുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം കിട്ടുകയാണ്. ചോദ്യം കേട്ടിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയതുപോലെയുണ്ട് ചോദ്യം. എന്താണ് ചോദ്യം? ഖദ് ശാഅ ഫീ ബഅദിൽ ബുൽദാനി നിസ്ബത്തുൽ മർഅത്തിൽ മുസ്ലിമ ബഅദ സിവാജി ഇല ഇസ്മി സൗജിഹാ. പല രാജ്യങ്ങളിലും പരക്കെ അറിയപ്പെടുന്ന ഒരു സമ്പ്രദായമാണ്, ഒരു മുസ്ലിം പെണ്ണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൾ പിന്നീട് അറിയപ്പെടുന്നത് അവളുടെ ഭർത്താവിന്റെ പേരിലാണ് പിന്നെ അറിയപ്പെടുന്നത്. ഫമസലൻ, എങ്ങനെ ഉദാഹരണം പറയുകയാണെങ്കിൽ, സൈനബയെ കല്യാണം കഴിച്ചത് സെയ്ദാണെങ്കിൽ പിന്നീട് എഴുതുമ്പോഴൊക്കെ സൈനബ സെയ്ദ് എന്നാണ് എഴുതിയ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും ആ ഭാര്യമാരെ അവരുടെ ഭർത്താക്കന്മാരെ പേരിലേക്ക് ചേർത്ത് ഇങ്ങോട്ട് പറയും. ഇത് അനുവദനീയമാണോ അങ്ങനെ പറയൽ? അതോ ഇതൊരു പാശ്ചാത്യൻ സംസ്കാരമാണോ? നമ്മൾ കൈവടിയേണ്ടുന്ന, നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു മേഖലയാണോ? ലജ്നത്തു ദായിമയിലെ തലമുതിർന്ന പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താണ്? ലാ യജൂസു നിസ്ബത്തുൽ ഇൻസാനി ഇലാ ഗൈരി അബീഹി. പിതാവല്ലാത്ത ഒരാളിലേക്ക് ചേർത്ത് പറയാൻ ഒരാൾക്കും പാടില്ല. അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിട്ടുണ്ട്, ഉദൂഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്. അവരെ നിങ്ങൾ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവകമായിട്ടുള്ള നടപടി. മാത്രമല്ല, വഖദ് ജാഅൽ വഈദു ശദീദ്, വളരെ ശക്തമായ ഗൗരവം വന്നിട്ടുമുണ്ട്, താക്കീത് വന്നിട്ടുമുണ്ട്, അലാ മൻ ഇൻതസബ ഇലാ ഗൈരി അബീഹി. പിതാവല്ലാത്തവരിലേക്ക് ചേർത്തി പറയുന്ന വിഷയത്തിൽ ഗൗരവത്തോടുകൂടെയുള്ള താക്കീതുകൾ നിലവിൽ ഉണ്ട് താനും. വഅലാ ഹാദാ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫലാ യജൂസു, ജായിസല്ല, അനുവദനീയമല്ല, നിസ്ബത്തുൽ മർഅത്തി, ഒരു സ്ത്രീയെ ചേർത്ത് പറയൽ, ഇലാ സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ പേരിലേക്ക് ചേർത്ത് പറയൽ, കമാ ജറത്തിൽ ആദത്തു ഇൻദൽ കുഫാർ, അത് ഇസ്ലാമികമല്ലാത്ത അമുസ്ലിമീങ്ങൾക്കിടയിൽ പതിവ് നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. വമൻ തശബ്ബഹ ബിഹിം മിനൽ മുസ്ലിമീന, അവരോട് സാദൃശ്യപ്പെടുന്ന മുസ്ലിമീങ്ങളായ ആളുകളും അങ്ങനെ ചെയ്തു വരുന്നുണ്ട് എന്നതല്ലാതെ അതൊരു അനുവദനീയമായ സംഗതിയല്ല. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത് ലജ്നത്തു ദായിമ നൽകിയിട്ടുള്ള ഒരു ഫത്വയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, കല്യാണം കഴിഞ്ഞാൽ അതുവരെ പിതാവിന്റെ പേരിൽ അറിയപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ സൈനബ സെയ്ദ്, മറ്റേത് ആയിഷ മുഹമ്മദ്, മറ്റേ ജമീല അബൂബക്കർ, ഇങ്ങനെ പേരിങ്ങനെ മാറ്റും. വാസ്തവത്തിൽ നമ്മൾ യുക്തിയോടുകൂടെ ആലോചിച്ച് നോക്കിയാലും ഇതിൽ പാസ്പോർട്ടിലും എല്ലാത്തിലും ഇങ്ങനെ ഭർത്താവിൻ്റെ പേരിങ്ങനെ ചേർത്ത് കഴിഞ്ഞ് ഇവരാണ് തമ്മിൽ തെറ്റിയ പിന്നെ അത് തിരിച്ചാൽ നടക്കണ്ടേ? പിന്നെ എന്നും നിലനിൽക്കുമോ? സൈനബ മുഹമ്മദ് എന്നും ഉണ്ടാവുമോ? അതേ അവസരത്തിൽ ബാപ്പ ഒരു കാലത്തും മാറൂല, തിരുത്തേണ്ടി വരില്ല. അപ്പം അള്ളാഹു ഒരു നിയമം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം വളരെ കൃത്യമാണ് സുഹൃത്തുക്കളെ. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ഇങ്ങനെയും ഇതുവരെ ഈ വിഷയത്തിൽ ചർച്ച വന്നിട്ടുണ്ട് എന്ന് എല്ലാ സഹോദരിമാരും മനസ്സിലാക്കണം. അതുകൊണ്ട് പേര് കൊടുക്കുമ്പോൾ, പരീക്ഷയ്ക്ക് പേര് കൊടുക്കുകയാണെങ്കിലും, പാസ്പോർട്ട് പേര് കൊടുക്കുകയാണെങ്കിലും, ആധാർ കാർഡിൽ പേര് കൊടുക്കുകയാണെങ്കിലും, ഏതിൽ കൊടുക്കുകയാണെങ്കിലും, റേഷൻ കാർഡ് കൊടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ ബാപ്പൻ്റെ പേര് ഇത്. അപ്പം ഇനി ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ അപ്പം ഇനിയിപ്പോൾ ഇയാൾക്ക് വേറെ പുതിയാപ്പിളിനെ കിട്ടിയോ? പുതിയാപ്പിളല്ല, വാപ്പയുണ്ടെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ വാപ്പയാണ്, അത് മാറൂല. പുതിയാപ്പിളക്ക് വേണമെങ്കിൽ തൊലാക്കിയല്ലേ. ഇപ്പോൾ വാപ്പാടെ ബന്ധം ഒരു കാലത്തും അത് പൊക്കിൽ കൊടി ബന്ധമാണ്, അത് പോവില്ല, അതൊരിക്കലും മാറൂല. അപ്പം അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മുടേതല്ല എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ഒരു സംസ്കാരമല്ല. അതുകൊണ്ട് ഇനി അങ്ങനെ എഴുതി വരുന്നതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ പിതാവ്, നമ്മളെ ജീവിച്ചിരിക്കുന്ന വാപ്പയാവട്ടെ മരിച്ചുപോയ വാപ്പയാവട്ടെ, വളരെ സന്തോഷത്തോടെ ബാപ്പൻ്റെ പേര്. അപ്പം എന്തൊരു സുഖമാണ് കേൾക്കുമ്പോൾ എന്നും ബാപ്പൻ്റെ പേര്. അപ്പം അങ്ങനെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരില്ലേ, നമ്മളെ ബാപ്പ ഹയാത്തുണ്ടെങ്കിലും മരിച്ചു പോയവരാണെങ്കിലും രണ്ടായാലും നമ്മളെപ്പോഴും അവർക്ക് പ്രാർത്ഥിക്കേണ്ടവരല്ലേ, എപ്പോഴും നമ്മൾ അവർക്ക് പ്രാർത്ഥിക്കേണ്ടവരല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സംസ്കാരമാണ് സഹോദരന്മാരെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് ഞാൻ ഈ വിഷയത്തെ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇനി സഹോദരന്മാരെ, അപ്പൊ അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് എന്താ നമുക്ക് പഠിപ്പിച്ചിരുന്നത്? ദത്തുപുത്രന്മാര് എന്ന നിലക്ക് ആളുകളെ സ്വീകരിക്കുമ്പോൾ അതിലൊരിക്കലും അവർ നമ്മുടെ ആരല്ല, നമ്മുടെ സ്വന്തം മക്കളല്ല. സ്വന്തം മക്കളല്ല. എന്താണ് അങ്ങനെ സ്വന്തം മക്കളല്ല എന്ന് പറയാൻ കാരണം?
ഈ മക്കൾ പ്രായപൂർത്തിയെത്തുമ്പോ അന്യ സ്ത്രീ പുരുഷന്മാരുടെ സ്ഥാനത്താണ്. ഇതാണ് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളിലും പലപ്പോഴും പലരുടെയും അനുഭവങ്ങളിൽ ഉണ്ടാവാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുക്കാറുണ്ട്. അതുപോലെ തന്നെ മക്കൾ ഉള്ളവർ തന്നെ എടുക്കാറുണ്ട്. കാരണം അയാൾക്കുണ്ടായത് മുഴുവനും ആൺകുട്ടികളാണ്. അപ്പോൾ ഒരു പെൺകുട്ടിന് വേണമെന്നൊരു മോഹം, അപ്പൊ പെൺകുഞ്ഞിനെ ദത്തെടുക്കും. അതുപോലെ തന്നെ പെൺകുട്ടികളെ മാത്രമുള്ള ദമ്പതികൾ ഒരാൺതരിയെ വളർത്തണം എന്ന നിലക്ക് ഒരാൺകുഞ്ഞിനെ ദത്തെടുക്കും. ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം? ഈ കുട്ടികളെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഈ കുട്ടികൾ വളർന്നു വലുതായാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ വളർത്തിയുണ്ടാക്കിയ ഭർത്താവിനും ഈ വളർത്തിയുണ്ടാക്കിയ ഭാര്യക്കും ഈ വളർന്നു വരുന്ന കുട്ടി അന്യൻ തന്നെയാണ്, അന്യ തന്നെയാണ്. ഞാൻ വളർത്തിയുണ്ടാക്കിയതാണ് ഇത്ര കാലം, എന്റെ മോളായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആ പെൺകുട്ടി എന്ന് ഋതുമതിയായി പ്രായപൂർത്തിയായി തെളിയിക്കപ്പെട്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞുവോ ആ നിമിഷം മുതൽ ഈ വളർത്തിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി 100% അന്യ സ്ത്രീയാണ്, അന്യ സ്ത്രീയാണ്. തൊടാൻ പാടുണ്ടോ? ഇല്ല, തൊടാൻ പാടില്ല, പാപ്പല്ല, അന്യ സ്ത്രീയാണ്. കാരണം വിവാഹം കഴിക്കാം. അപ്പോ ആ നിലക്ക് കൃത്യമായിട്ട് പറയണ്. അവളുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടുണ്ടോ? ഒന്നിച്ചിരിക്കാൻ പാടുണ്ടോ? ഒന്നും പാടില്ല. വളർത്തിയുണ്ടാക്കിയത് ആൺകുട്ടിയാണെങ്കിലോ ഈ ഭാര്യക്ക് ഉമ്മയല്ലാതെ ആ കുട്ടിക്ക്, മറിച്ച് അന്യ സ്ത്രീയാണ്. എന്റെ മോനാണ്, ഞാൻ വളർത്തിയുണ്ടാക്കിയതാണ്, ചെറുപ്പത്തിൽ പ്രസവിച്ച ഉടനെ ഞാൻ ഏറ്റെടുത്തതാണ്, 15 വയസ്സ് പൂർത്തിയായി ആ മകൻ പിന്നെ ഈ സ്ത്രീക്ക് അന്യപുരുഷനാണ്. അവർ കാണാൻ പാടില്ല. അവരുടെ മുമ്പിൽ ഹിജാബ് നിയമമുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ഇടപഴക്കങ്ങൾ എന്താണോ അങ്ങനെ തന്നെയേ പാടുള്ളൂ. ഒരു വിട്ടുവീഴ്ചയും അതിലില്ല. അതാണ് ഈ രംഗത്തുള്ള ഭവിഷ്യത്ത്. അതേപോലെ തന്നെ ദമ്പതികൾ ഉള്ളവരാണ് ഇങ്ങനെ കുട്ടികളെ ദത്തെടുക്കുന്നതെങ്കിൽ എന്താ പ്രശ്നം? ഇവർക്ക് അവർ അന്യ സ്ത്രീകളും പുരുഷന്മാരുമാണ് എന്നുള്ളതിനപ്പുറം എനിക്ക് 4 പെൺമക്കളുണ്ട്. ആ 4 പെൺമക്കൾക്ക് ഒരാങ്ങളയായിട്ടാണ് ഞാനൊരു കുട്ടിയെ ദത്തെടുത്തതെങ്കിൽ എൻ്റെ പെൺമക്കളും ഈ കുട്ടിയും വളരുകയാണ്. വളർന്നു വലുതായി ഈ കുട്ടി വളർന്നു വലുതായാൽ എൻ്റെ പെൺമക്കളും വളർന്നു വലുതാവുകയാണ്. അവർ സഹോദരി സഹോദരന്മാര്, ആങ്ങള പെങ്ങൾ ബന്ധമാണോ? അല്ല, അന്യ സ്ത്രീ പുരുഷന്മാരാണ്, അന്യ ആണും പെണ്ണുമാണ് ആ മക്കൾ. അതുകൊണ്ട് തന്നെ അത് നിഷിദ്ധമാണ്. ഇതൊക്കെ അതുകൊണ്ട് എന്താണെന്നറിയോ, ഈ നിയമങ്ങൾ പാലിക്കാൻ കഴിയില്ലെങ്കിൽ ആരും ദത്തെടുക്കാൻ പോകരുത്. അത് വളരെ കൃത്യമാണ്. എന്താ പ്രശ്നം? പലരും വല്ലാതെ മാനസികമായിട്ട് പ്രയാസപ്പെടും. കുറേ കാലം ഇങ്ങനെ വളർത്തിക്കഴിഞ്ഞ് പിന്നെ പിരിയാനാവില്ല. കുട്ടി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഈ കുട്ടിയോട് പറഞ്ഞിട്ടില്ല, കുട്ടി നിന്റെ ഉപ്പയും ഉമ്മയും ഞങ്ങളല്ല. അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും അത് അതിൻ്റെതായ രൂപത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമല്ല, ഈ പെൺകുട്ടി, ഞാൻ വളർത്തിയുണ്ടാക്കിയ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ടോ? എനിക്ക് വലിയായി കൈക്കാരനായി നിൽക്കാൻ പറ്റുമോ? എൻ്റെ പെൺകുട്ടിയെ, എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാനാണല്ലോ വരന്റെ കൈ പിടിച്ച് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുന്ന വലിയ. പക്ഷേ നിക്കാഹിന് ഇദ്ദേഹത്തിന് വലിയാവാൻ അനുവദനീയതയുണ്ടോ, സാധുതയുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയുള്ള ആളുകളുടെ ആ വിവാഹത്തിന്റെ കാർമ്മികത്വം അഥവാ അതിൽ വലിയായിട്ട് നിൽക്കേണ്ടത് ആരാണ്? അവളുടെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് അധികാരം. ശറഈയായിട്ട് വല്ല വസിയത്ത് നൽകപ്പെട്ട ആളുകളുമുണ്ടെങ്കിൽ അവർക്കാണ് അധികാരം. അതൊന്നുമില്ലെങ്കിൽ ആരിലേക്ക് മടങ്ങും? രാജ്യത്തുള്ള ഭരണാധികാരിയിലേക്ക്, അതല്ലെങ്കിൽ തൽസ്ഥാനത്തുള്ള ഖാദിയിലേക്കാണ് അതിന്റെ കൈകാര്യകർത്തൃത്വം മടങ്ങുക. ഇദ്ദേഹത്തിന് വകുപ്പില്ല. അനന്തരാവകാശ സ്വത്ത് കിട്ടുമോ? മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനന്തരാവകാശത്തിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കും പോലെ ഈ ദത്തുപുത്രിയായ അല്ലെങ്കിൽ ദത്തുപുത്രനായ മകനോ മകൾക്കോ നൽകപ്പെടാൻ പാടുണ്ടോ? ഇല്ല. മറിച്ച് ഇസ്ലാം എന്ത് പറയുന്നുണ്ട്? തൻ്റെ ജീവിതകാലത്ത് ഞാൻ ജീവിച്ചിരിക്കെ തന്നെ ഇവർക്ക് അനന്തരാവകാശത്തിന് വകുപ്പില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഈ മക്കൾക്ക് വേണ്ടി എൻ്റെ സ്വത്തിൽ നിന്ന് 1/3 കവിയാത്ത ഒരു വിഹിതം അവർക്ക് വേണ്ടി വസിയത്ത് പറഞ്ഞു വെക്കാം, വസിയത്ത് എഴുതി വെക്കാം. അത് തന്നെയും എൻ്റെ സ്വത്തിൻ്റെ എത്രയിൽ കവിയാൻ പാടില്ല?
1/3 കവിയാൻ പാടില്ല. ആ നിലക്ക് അവർക്ക് എഴുതി വെക്കാം. അതല്ലാതെ റൈറ്റില്ല, അവർക്ക് അവകാശമില്ല. എന്ത്? എൻ്റെ അനന്തരാവകാശ സ്വത്തില്ലെന്ന് എൻ്റെ മകന് കിട്ടും പോലെ എൻ്റെ ദത്തുപുത്രന്, എൻ്റെ മകൾക്ക് കിട്ടുന്നത് പോലെ എൻ്റെ ദത്തുപുത്രിക്ക് അവകാശമില്ല. അതൊക്കെ ഇന്ന് ഇസ്ലാമികമായിട്ട് പല ആളുകളും അത് പാലിക്കപ്പെടാതെ പോവുകയാണ്. അതുകൊണ്ട് നിലവിൽ അത്തരത്തിൽ ആർക്കെങ്കിലും ആ നിലക്കുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ അത് അതിൻ്റെതായ നിയമങ്ങളിലേക്ക് കൃത്യമായി തന്നെ മടങ്ങേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഇപ്പൊ ഇത് ഇസ്ലാം ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഈ രംഗത്ത് ഇത്ര കണിശത പറയുന്നതോടൊപ്പം ഇസ്ലാം എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ ഈ നിയമങ്ങളും കണിശതമായ ഈ കൃത്യമായ അതിൻ്റെ അതിർവരമ്പുകളും ഒക്കെ പാലിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുന്ന, യതീമായ കുട്ടികളെ എടുത്ത് വളർത്തുന്ന, അഗതികളായ കുട്ടികളെ എടുത്ത് വളർത്തുന്നത് പുണ്യകർമ്മമാണെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതൊരിക്കലും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തോളാനാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അനാ വകാഫിറുൽ യതീം ഫിൽ ജന്നതി ഹകദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ അല്പം അകത്തി പിടിച്ചിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാ പറഞ്ഞത്, അനാ വകാഫിറുൽ യതീം, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും ഫിൽ ജന്നതി ഹകദാ, സ്വർഗത്തിൽ ഇപ്രകാരമാകുന്നു. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചാരത്തണയാൻ, അവിടുത്തെ അയൽവാസിയായി തീരാൻ യോഗ്യത കിട്ടുന്ന കാര്യമാണ് അനാഥ കുട്ടികളെ എടുത്ത് പരിപാലിച്ച് വളർത്തിയുണ്ടാക്കൽ. അവിടൊക്കെ ഈ നിയമം. പക്ഷേ ഒരു പിതാവിന്റെ റോളാകാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പിതാവിന്റെയോ മാതാവിന്റെയോ റോളിലായിരിക്കരുത്. മറിച്ച് ഒരു പാവപ്പെട്ട കുട്ടിയെ, അനാഥ കുട്ടിയെ, ഒരഗതിയായ കുട്ടിയെ ഞങ്ങൾ വളർത്തുന്നു, പരിപാലിക്കുന്നു. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് സ്വർഗത്തിന്, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്വർഗം ലഭ്യമാക്കുന്ന കാര്യമാണ്. മഹാന്മാരായ പല പണ്ഡിതന്മാരും എന്താണ് കഫാലത്തുൽ ഐതാം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു അനാഥ കുട്ടികളെ ഏറ്റെടുക്കുക, അവരുടെ കഫാലത്ത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് കഫാലത്തുൽ യതീം, അനാഥയുടെ സംരക്ഷണം ഏൽക്കുക എന്ന് പറഞ്ഞാൽ ഹിയൽ ഖിയാമു ബിമാ യുസ്ലിഹുഹു ഫീ ദീനിഹി വ ദുനിയാഹു. അനാഥ കുട്ടികളുടെ ദീനും നോക്കണം, ദുനിയാവും ഏറ്റെടുക്കണം. ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ അനാഥ കുട്ടികളുടെ ഒരു കാലഘട്ടത്തിൽ അനാഥ കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചോറും വസ്ത്രവും ഒക്കെ കൊടുക്കൽ മാത്രമായിരുന്നു. അതേ അവസരത്തിൽ അനാഥകളുടെ കാര്യം പറഞ്ഞിടത്ത് ഇസ്ലാം പറഞ്ഞത് അവരെ ആദരിക്കണം എന്നാണ്. കാരണം അനാഥകൾക്ക് സമൂഹത്തിൽ നഷ്ടപ്പെടുന്നത് എന്താണ്? ആദരവാണ്. ഒരു അനാഥ കുട്ടിയാണ്, യതീം കുട്ടിയാണ്, എല്ലാവരും ഒരു അവഗണിക്കുക. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത് എന്താണ്? അവരെ ഇക്രാമാക്കണം എന്നാണ് പറഞ്ഞത്. തങ്ങൾക്ക് വാപ്പയില്ലാത്തൊരു കുട്ടികളാണ് ഞങ്ങളെന്ന തോന്നൽ പോലും അവരുടെ ഒരു പെരുമാറ്റത്തിലും ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് പലപ്പോഴും ചില യതീംഖാനകൾക്കൊക്കെ കുട്ടികൾക്ക് യൂണിഫോം കഴിപ്പിച്ചു കൊടുത്ത് അവരെ ഇങ്ങനെ മറ്റുള്ള കുട്ടികൾക്കൊന്നും ഇല്ലാത്തവർ നിയമങ്ങൾ അവർക്ക് പറയുകയും മറ്റു കുട്ടികളുടെ കൂടെ അവരെങ്ങനെ വേർതിരിച്ച് അവർക്കൊരു സ്പെഷ്യൽ യൂണിഫോം, അവർ റോട്ടിലൂടെ നടക്കുകയാണെങ്കിൽ മറ്റു കുട്ടികളൊക്കെ ഓടിച്ചാടി നടക്കും, ഈ കുട്ടികൾ ഇങ്ങനെ ക്യൂവിൽ ഇങ്ങനെ പോകണം. അങ്ങനെയൊക്കെ ആകുന്ന സിസ്റ്റം വാസ്തവത്തിൽ ഇസ്ലാമികമല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? അവരെ വേർപെടുത്തുകയാണ്. മറ്റുള്ള കുട്ടികളിൽ നിന്ന് വേർപെടുത്തുന്ന ഡ്രസ്സ്, മറ്റുള്ള കുട്ടികളിൽ നിന്ന് വേർപെടുത്തുന്ന നിലക്കൊരു പ്രത്യേക അച്ചടക്കം അങ്ങനെ പാടില്ല. തിരിച്ചറിയരുത് ഏതാ അനാഥ കുട്ടി അല്ലാത്ത കുട്ടി. അവർക്ക് ഇക്റാമാണ് കൊടുക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ അനാഥ കുട്ടിയെ നിങ്ങൾ ആദരിക്കുന്നില്ല. അനാഥ കുട്ടികൾക്ക് സമൂഹത്തിൽ നഷ്ടപ്പെടുന്നത് ആദരവാണ്. ആദരവാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അവഗണനയുണ്ടാകരുത്. അവർക്ക് ഞങ്ങളൊരു ബാപ്പയില്ലാതെ വളരുന്ന, ആരാരുമില്ലാത്തവരാണെന്ന തോന്നലുണ്ടാക്കുന്ന ഒരു ഇടപെടലുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് അത് പഠിപ്പിച്ചിരുന്നതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വയസ്അലൂനക അനിൽ യതാമ, അനാഥ കുട്ടികളെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. ഖുൽ, പറയൂ പ്രവാചകരെ, ഇസ്ലാഹുൽ ലഹും ഖൈർ, അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കൽ ഏറ്റവും ഉത്തമമാണ്. വഇൻ തുഖാലിതുഹും ഫഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങളോട് കൂടിക്കഴിയുന്നവരല്ലേ.
അല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹി വലൗ ശാ അല്ലാഹു ലഅഅനതകും ഇന്നല്ലാഹ അസീസുൻ ഹകീം. ആ രംഗത്ത് ഫസാദ് ഉണ്ടാക്കുന്നവരെയും ആ രംഗത്ത് നന്മ ചൊരിയുന്നവരെയും അല്ലാഹുക്ക് വേർതിരിച്ച് അറിയാം. വളരെ കൃത്യമായി പറഞ്ഞു, അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ കൃത്യമായി അവരോട് പെരുമാറണം, ഇടപെടണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാ വിഷയത്തിൽ സംസാരിച്ചത്. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ, ഉദുനുൽ യതീം വംസഹ് ബിറഅസിഹി വതഇംഹു മിൻ തആമിക ഫഇന്ന ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വരികയാണ്, ഉദുനുൽ യതീം, നീ അനാഥയുടെ അടുത്ത് ചെല്ലണം, നീ അവനെ അടുപ്പിച്ച് നിർത്തണം, അവനെ തലോടണം, നിന്റെ ഭക്ഷണത്തിൽ നിന്ന് നീ അവന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. അതൊക്കെ നിന്റെ ഹൃദയത്തിന് നൈർമല്യമുണ്ടാക്കുന്ന, നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് നിന്റെ മനസ്സിന് അലിവുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിന്റെയും ആവശ്യങ്ങൾ ലഭിക്കപ്പെടാൻ ഒരു ഉത്തമമായ കാര്യമാണതെന്നവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ അനാഥ കുട്ടികളെ സംരക്ഷിക്കുക, അങ്ങനെയുള്ള ആളുകളൊക്കെ ഏറ്റെടുത്ത് വളർത്തുക എന്നുള്ളത് നല്ല കാര്യമാണ്. അങ്ങനെയുള്ള സമൂഹത്തിൽ അത്തരത്തിലുള്ള ആളുകൾ, അനാഥകൾ ഉണ്ടായിക്കൂടാ. അവർക്ക് പരിഗണന കിട്ടണം. അത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്താം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സൗകര്യമല്ലേ, മറ്റേതെങ്കിലും സൗകര്യമുള്ള താമസ സ്ഥലത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്താം. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഞാനൊരു പുണ്യകർമ്മം ചെയ്യാണ് എന്ന റോളിലേ ചെയ്യാവൂ. ഒരു പിതാവിൻ്റെ ബാധ്യതയില്ല, ഒരു പിതാവിൻ്റെ അധികാരമില്ല. എൻ്റെ മോനല്ല, എൻ്റെ മോളല്ല. പക്ഷേ ഞാൻ അള്ളാഹുവിന് വേണ്ടി ആ പാവപ്പെട്ട കുട്ടിയെ ഒരു ചെറുപ്പം മുതൽ അവനൊരു മേഖലയിൽ എത്തുന്നത് വരെ എല്ലാ സംരക്ഷണങ്ങളും നൽകിക്കൊണ്ട് ചെയ്യുന്നത് വമ്പിച്ച പുണ്യമുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ ഈ രംഗത്ത് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അനാ വ കാഫിറുൽ യതീമി ഫിൽ ജന്നതി ഹാക്കദാ, ഞാനും അനാഥയെ പോറ്റുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന്. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള അടുപ്പം പറയാൻ എന്തായിരിക്കാം കാരണം? ഈ ഹദീസൊക്കെ വിവരിച്ചപ്പോൾ പണ്ഡിതന്മാർ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ പറയാണ്, നബിമാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് ഒരു ജനതയിലേക്ക് അയക്കപ്പെടുന്ന ആളുകളാണ്. ദീനിനെ കുറിച്ച് ഒരു ബോധവുമില്ലാത്ത ജനങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെടുന്നവരാണ് ആര്? നബിമാര്. അങ്ങനെ ആ നബിമാര് വന്നിട്ട് ആ സമൂഹത്തിന് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു, അവരുടെ അധ്യാപകനാകുന്നു, അവർക്ക് വഴികാട്ടിയായി കൊണ്ട് ജീവിക്കുന്നു. അതാണല്ലോ പ്രവാചകന്മാർ ചെയ്യുന്ന ഡ്യൂട്ടി. എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ്, വകദാലിക കാഫിലുൽ യതീം, ഇതേപോലെയാണ് അനാഥയെ പോറ്റുന്നയാളും അനാഥയെ സംരക്ഷിക്കുന്നയാളും ഇതേപോലെയാണ്. എന്താ അയാൾ ചെയ്യുന്നത്? യഖൂമു ബികഫാലതി മൻ ലാ യഖിലു അംറ ദീനിഹി, തന്റെ ദീനിനെ കുറിച്ച് ഒരു പിടിപാടുമില്ലാത്ത ഒരു കുട്ടിയെ അയാൾ സംരക്ഷിക്കുന്നു. ബൽവല ദുനിയാ, ദുനിയാവിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പോലും എത്തും പിടിയും കിട്ടാത്ത പാവപ്പെട്ട കുട്ടിയെ അയാൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് വയുർശിദുഹു, ആ കുട്ടിക്ക് വേണ്ട വഴി കാണിച്ചു കൊടുക്കുന്നു. വയുഅല്ലിമുഹു, ആ കുട്ടിയെ പഠിപ്പിച്ചു വലുതാക്കുന്നു. വയുഹ്സിനു അദബഹു, ആ കുട്ടിയുടെ സംസ്കാരത്തിലൂടെ വളർത്തിയുണ്ടാക്കിയവനെ മെച്ചപ്പെട്ട നല്ലൊരു സംസ്കാരമുള്ള മോനോ മോളോ ആക്കി വളർത്തുന്നു. അപ്പൊ പ്രവാചകന്മാർ ചെയ്യുന്നൊരു ഡ്യൂട്ടിയുടെ ഒരു പ്രത്യേകമായ ഒരു ബന്ധം ഈ അനാഥ കുട്ടിയെ സംരക്ഷിക്കുന്ന ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും അനാഥയെ പോറ്റുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞതെന്ന്. ഇതൊക്കെ വിവരിക്കുന്ന മധ്യേ മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിൽ ചില പൂർവീക പണ്ഡിതന്മാരിങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് ആ പണ്ഡിതോദ്ധരണി ഫത്ഹുൽ ബാരിയിൽ അസ്കലാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. അത്രയും പുണ്യമുള്ള ഒരു കാര്യമാണെന്ന് ഇങ്ങനെ അനാഥകളെ പോറ്റലും അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ ചെയ്യലും. അതേ അവസരത്തിൽ കാഫിറുൽ യതീം എന്ന് പറയുന്ന പൂർണ്ണമായ പദവിയിലേക്ക് എത്തുകയില്ല. എപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു അനാഥ കുട്ടിക്ക് മാസാന്തം എന്തെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതതിൻ്റെ പൂർണ്ണാർത്ഥത്തിലാവുകയില്ല, അതിൻ്റെ കൂലി കിട്ടും. പക്ഷെ കാഫിറുൽ യതീം എന്ന് പറയുന്നത് പൂർണ്ണമായി ഒരു കുട്ടിയുടെ കഫാലത്ത് ഏറ്റെടുക്കലാണ്. അവൻ്റെ ഭക്ഷണം, വസ്ത്രം, താമസം, അവൻ്റെ ചികിത്സ, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ മതപരമായ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം എല്ലാം 100% ഏറ്റെടുക്കുമ്പോഴാണ് ഈ പറയുന്ന ഉന്നതമായ പദവിയിലേക്ക് ഒരാൾ എത്തുന്നത്. അവനാണ് വാസ്തവത്തിൽ ആര്? കാഫിലുൽ യതീം, യതീമിനെ പോറ്റുന്നവൻ. അത് ആർക്കും ചെയ്യാവുന്നതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ
ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ കുട്ടികൾ, അമ്മത്തൊട്ടിലുകളിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ കുട്ടികൾ, അനാഥകളായി തീർന്ന ആളുകൾ, ആരാരും പോറ്റാനില്ലാത്ത അഗതികൾ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ, ആളുകളെ, അനാഥകളെ, അഗതികളെയൊക്കെ എടുത്ത് അവർക്ക് വേണ്ട രൂപത്തിലുള്ള കഫാലത്ത് നൽകി സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അവരെ വളർത്തി വലുതാക്കുന്നത് സ്വർഗപ്രവേശനത്തിന് ഏറെ അർഹമായി തീരുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. ആ നിയ്യത്തിൽ ദമ്പതികൾക്ക്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ എടുത്ത് വളർത്താം, ആൺകുട്ടികൾ മാത്രമുള്ളവർക്ക് പെൺകുഞ്ഞിനെ കൂടെ എടുത്ത് വളർത്താം, പെൺകുട്ടി മാത്രമുള്ള ദമ്പതികൾക്ക് ആൺകുഞ്ഞിനെ വളർത്താം. അതൊക്കെ ഉണ്ടായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉള്ള ദമ്പതികൾ തന്നെയാണ് ഒന്നിനെയും കൂടെ എടുത്ത് വളർത്തുന്ന ഒരു മാനസികമായ കാരുണ്യ മനസ്ഥിതിയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അവിടെയൊക്കെ ഇസ്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഒരിക്കലും അഡ്രസ്സിന്റെ കോളത്തിൽ, പിതാവിന്റെ കോളത്തിൽ നിങ്ങളെ പേര് എഴുതാൻ പാടില്ല. ഇനീഷ്യൽ എഴുതുമ്പോൾ നിങ്ങളുടെ കുടുംബ പേര് എഴുതാൻ പാടില്ല. നിങ്ങളുടെ മക്കളുടെ റോളിൽ കാണാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. ഇത് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ദമ്പതികൾ ദത്തെടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ കഫാലത്ത് ഏറ്റെടുക്കുമ്പോൾ, പ്രായപൂർത്തിയായി തീരുമ്പോൾ വരുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും കാണേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. കൃത്യമായി ഇസ്ലാമികമായ അതിർവരമ്പിനെ കുറിച്ച് ആലോചിക്കുകയും അത് സംബന്ധമായി കൃത്യമായി തന്നെ ആ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ വിഷയത്തിൽ ഒരല്പം വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ്. അപ്പം ഇത്തരത്തിൽ നിന്ന് സ്വാഭാവികമായും പലയിടങ്ങളിലും അങ്ങനെ നടന്നു വരുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ ഗൗരവങ്ങൾ അറിയാതെയും അതുപോലെ തന്നെ പലപ്പോഴും അറിഞ്ഞാലും പല നിവൃത്തികേടുകളും പ്രയാസങ്ങളും കാരണത്താൽ പലപ്പോഴും അതങ്ങനെ തന്നെ തുടർന്നു പോകുന്ന ഘട്ടങ്ങളുമൊക്കെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇസ്ലാമിക നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങളായിരിക്കും തങ്ങൾക്ക് ഖൈർ എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കി അല്ലാഹു ഒരു നിയമത്തെയും ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ ഇറക്കുകയില്ല. അല്ലാഹു ഏതൊരു നിയമം അവതരിപ്പിച്ചിട്ടുണ്ടോ അതിൽ സൃഷ്ടികളുടെ ഖൈർ മാത്രമേ അല്ലാഹു ഉദ്ദേശിക്കുകയുള്ളൂ. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അല്ലാഹു മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വിഷമത്തെയും എന്തിയിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹു നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല, അവൻ നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതാണ് എപ്പോഴും ഖൈർ. അത് എല്ലാ കാലഘട്ടത്തിലേക്കും ഫിറ്റാണ്, യോജിച്ചതാണ്. അതാണ് നമ്മൾ സാർവകാലികം, എല്ലാ ജനങ്ങൾക്കും ഉൾക്കൊള്ളാവുന്നതാണ്. അതാണ് സാർവജനീനം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഏത് നിയമങ്ങളുണ്ടോ എല്ലാ നിയമങ്ങളും സാർവകാലികമാണ്, സാർവജനീനമാണ്. യുക്തം കൃത്യമായി ഹക്കീമായ ഹമീദായ നാഥൻ അവതരിപ്പിച്ച നിയമങ്ങളാണ്. ഒരൽപ്പം പോലും അതിൽ പൊളിയോ അബദ്ധങ്ങളോ കടന്നുകൂടിയിട്ടില്ല. അല്ലാഹു അവതരിപ്പിച്ച നിയമങ്ങളാണ്. അതുകൊണ്ട് ആ നിയമങ്ങളെ നമ്മളറിയണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം, അതിൻ്റെ പ്രബോധകരും പ്രചാരകരുമായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ, ഇസ്ലാമികമായ നിയമങ്ങളെ കൃത്യമായി ഗ്രഹിക്കുവാൻ നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ സമുദായത്തിൻ്റെ ഇസ്സത്ത് അല്ലാഹു എന്നെന്നും ഉയർത്തി വളർത്തി തരുമാറാകട്ടെ. ഇസ്ലാമിനെ തകർക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള എല്ലാ ഛിദ്രശക്തികളുടെയും ഗൂഢമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ, അതിൻ്റെ പ്രവർത്തകന്മാരെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.